നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് അക്ഷയും ട്രെയിനറുമായിട്ട് വിങ്സ് കൾച്ചറിൽ വന്നിരിക്കുകയാണ്. വിങ്സ് കൾച്ചറിന്റെ ലെവൽ 10 സ്പൈസി വിങ്സ് അത് ഇവരെ കൊണ്ട് തീറ്റിക്കാൻ. ഒരു റഷൻ തിന്നതിന്റെ ബുദ്ധിമുട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പം ക്യാമറ പിടിക്കുന്ന ആ അക്ഷയും അറിഞ്ഞിട്ടുള്ളതാണ്. അത് ഇവരറിയാതെ പാവം അവർ കളിച്ച് ചിരിച്ച് ചെറിയൊരു കാര്യങ്ങളെന്ന് പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്. അവർക്കറിയത്തില്ല അവർക്ക് എന്താ പറ്റാൻ പോകുന്നതെന്ന്. പുണ്ടിക്കകത്തൊരു ഇങ്ങനത്തെ ഒരു ഊത്തലെടുക്കുമ്പം അറിയില്ല. ആരും പറഞ്ഞെന്ന് പറയരുത്, ആരും പറഞ്ഞില്ലെന്ന് പറയരുത്. ഇത്ര ഉന്മേഷത്തിൽ പൊക്കത്തിരിക്കുക നോക്കിയ പയ്യൻ കൊല്ലാൻ കൊണ്ട് വേണമെന്ന് സംശയമില്ലാതില്ല. ഈ ചിരിയും പ്രോത്സാഹനമൊക്കെ കണ്ടിട്ട് അങ്ങനൊന്നുമില്ല. ക്യാമറമാനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഒരു കുഴപ്പമില്ലെന്നൊക്കെ നമ്മളെ കാട്ടി ഒന്നും പരിചയം വന്നായിരുന്നു. പോയി ടോയ്ലറ്റിൽ പോയാ ആവശ്യം വരും. എന്നാലും വഴി അറിഞ്ഞിരിക്കട്ടെ. ബോയ്സ് മെനു ലെവൽ 10 ഗോസ്റ്റ് റൈഡർ ഇവനെ കഴിപ്പിക്കാൻ പോകുന്നു. ബാലുനാണെങ്കിൽ മോനെ ചിക്കൻ വിങ്സ് മതിയെന്ന്. വിങ്സ് കടിച്ച് പറിക്കാൻ പോവാ. അറിയത്തില്ല, വിങ്സ് കടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പൊള്ളിയിട്ട് മോനെ അത് വൃത്തിക്ക് കഴിക്കണമെങ്കിൽ ഇല്ലേ, വൃത്തിക്ക് ഫുള്ളും കഴിക്കണമെങ്കിൽ മഹാമെനക്കാണ്. അതിനുള്ള ചിക്കൻ സ്ട്രിപ്സ്. ചേഞ്ച് ഓഫ് പ്ലാൻസ് ഉണ്ട്. ഗോസ്റ്റ് റൈഡർ അല്ല, ഗോസ്റ്റ് റൈഡറിന് പറയാം ഇവിടെ WTF സ്പൈസി ചാലഞ്ച് എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്. ഇതിനകത്ത് ഈ സൈഡിൽ ജയിച്ചവരുടെ പേരാണ്, ഈ സൈഡിൽ തോറ്റവരുടെ പേരാണ്. തോറ്റവരുടെ പേര് ആവശ്യത്തിലും അധികം ഉണ്ട്. അതിൽ ഇവന്റെ പേര് കൂടി ചേർന്നിരിക്കും. എനിക്ക് തോന്നുന്നു ഇവൻ ഗോസ്റ്റ് റൈഡർ കേട്ടാ അവൻ WTF ചെയ്യും. നീ WTF ചെയ്യുമല്ല. അപ്പോൾ ഒരു WTF ആക്കി ഇത് ജസ്റ്റ് സ്ട്രിപ്പ് ആക്കിയാൽ മതി ഗോസ്റ്റ് റൈഡർ. അവിടെ നിന്ന് വിളിച്ച് പറയുക, അത്രയ്ക്ക് ഹോട്ടാ. അവിടെ പേര് ഇവന്റെ നിന്നെക്കാട്ടിയും കൂടുതലാ കേട്ടാ. അവന്റെ കൂടുതലാ. എഗ്രിമെന്റാ? നിനക്ക് എഗ്രിമെന്റ് ഇല്ല കേട്ടാ, ഇവൻ ഒപ്പിട്ട് കൊടുക്കണം. You must eat 10 chicken wings coated with WTF sauce in 3 minutes followed by 2 minutes burn period. Okay. അവന്റെ ചെറുപ്പം ഓർമ്മ ഒന്നും തോന്നുന്നു. ചാലഞ്ച് മോന്തക്കടിച്ച് കിട്ടിയപ്പം ഒരു കൊച്ചു പിള്ളയുടെ മനസ്സാണ്. വളരെ കുറവാ, ഇത്രേ ഉള്ളൂ. ഇത് തണുത്ത് കേട്ട് കഴിച്ചാൽ മതി. ഗ്ലൗസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടിരുന്നു. 3 മിനിറ്റ് കഴിച്ചു തീർക്കണം, 2 മിനിറ്റ് വെള്ളം കുടിക്കാതിരിക്കണം, ഫുൾ 5 മിനിറ്റ്. ട്രെയിനറായിട്ട് ഫുഡ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് എന്റെ ചാലഞ്ച് അല്ല, ഈ കടല ചാലഞ്ചാ. ടൈമർ ബ്രോ സെറ്റ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുമല്ലേ? ഓക്കെ ആണോ? 3 ടൈമർ സ്റ്റാർട്ട് ആയിരിക്കുന്നു. എല്ല് മാത്രം ബാക്കി. എല്ല് കടിച്ചു പൊട്ടിച്ച എന്താ എല്ല് കടിച്ച് ഇങ്ങനെ കഴിക്കുന്ന 2.5 മിനിറ്റ് ബാക്കി. ചൂടാക്കി കഴിച്ചോ 2 മിനിറ്റ് ബാക്കി. 6 കൂടി പകുതി വേണ്ട എൻ്റെ. യെസ് യെസ് യെസ്, എരിവൊക്കെ കഴിച്ചിട്ട് നോക്കാം. കണ്ണു മുടക്കിയോ? അയ്യോ, come on Badu, come on, you can do it. 1 minute left. 44 സെക്കൻഡ്. 33 സെക്കൻഡ്. അത് രണ്ട് കൈ പിടി, 2 കൈ പിടിച്ചോ, മാറി പിടിച്ചോ. സഹിക്കുന്നില്ല പോലെ സഹിക്കുന്നില്ല. എനിക്ക് കണ്ടിട്ട് എന്താ കിടക്കാം അവരെ കണ്ടിട്ട്. 3, 2, 1 ഓർണമിച്ചോളൂ. അവൻ ഇപ്പോഴും ചാലഞ്ചിനകത്തുണ്ട്. എന്നുവെച്ചാൽ അത്രയ്ക്ക് അവർക്ക് കുറച്ച് ലീനിയൻസി ഉണ്ട്. ഒരു 3 മിനിറ്റും എന്ന് പറയുമ്പോൾ ഒരു 3-3.25 മിനിറ്റ് ആ രീതിയിലാണ്. 1.5 മിനിറ്റ് വെള്ളം കുടിക്കാതിരിക്കണം. എന്ത് തോന്നുന്നു ഈ അവസരത്തിൽ? മൂക്കിന്നൊക്കെ വലിച്ചല്ലോ. വെള്ളം കുടിക്കാൻ നിനക്ക് 1 മിനിറ്റ് കഴിഞ്ഞ്. വെള്ളം കുടിക്കണ്ട, വെള്ളം കുടിക്കണ്ടേ? ഇല്ല, എഴുതിക്കും. എംപി എഴുതി. പൊക്കത്തെ Let's go! Let's go! അവന്റെ കുണ്ടി കത്തിയില്ലെങ്കിൽ നോക്കിയോ. പക്ഷേ ഒരു മിനിറ്റ് അട്ടോ ഇല്ലല്ലോ. നീ മേടിക്കണോ? ഇതിനെക്കാട്ടി കുറഞ്ഞത് എന്റെ. അവന് മിനിറ്റ് അട്ടോ ഇല്ല. ഇത്ര പ്രതീക്ഷ മതി. ഇല്ല, ഇത് ചാലഞ്ച് അല്ല, ഇത് കഴിച്ചാൽ മാത്രം മതി. അവന്റെ പേരൊന്നും അവിടെ വരത്തില്ല. ഇതിൽ നമുക്ക് പൈസ ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. പൈസ അല്ല, ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. 6 ചിക്കൻ സ്ട്രിപ്സ് കഴിച്ചു തീർക്കണം. ഇത് അവനെക്കാട്ടിലും കുറഞ്ഞതാ പവർ. കുറഞ്ഞതാ. എനിക്ക് കണ്ടത് നല്ല പവർ.
സ്പീഡിൽ കഴിച്ചില്ലെങ്കിൽ ഊത്തെടുത്ത് കഴിക്കേണ്ടി വരും. കഴിച്ചോണ്ടിരിക്കുന്ന മഹാവേദന പിടിച്ച പരിപാടി. ഞാൻ അക്ഷയ് സ്റ്റാർട്ട് ചെയ്യുന്ന ബോൾലെസ്സാ. കം ഓൺ ലെറ്റ്സ് ഗോ. ഇപ്പൊ എന്റെ കൂട്ടുകാരെ എല്ലാരും ഞാൻ വിളിച്ച് കഴിപ്പിച്ചോണ്ടിരിക്കും. കരഞ്ഞു മെഴുകു വരുന്നത്. അല്ല ഞാനും കറിയില്ല, ഞാൻ ഇതിൽ കറി കംപ്ലീറ്റ് ചെയ്യാൻ മാത്രം മതി. ഇതെന്താ ഞാൻ കഴിച്ചില്ല, പിന്നെ നിനക്ക് കഴിച്ച അയ്യോ പറഞ്ഞു തീർത്താ മതി. വല്ല വിരോധം ഉണ്ടായിരുന്നേ പറഞ്ഞു തീർത്താ മതി എന്ന് പറയും. വെള്ളം നടക്കത്തില്ല. അതുകൊണ്ട് കണ്ണു തുറക്കടാ, കൈകൊണ്ട് കണ്ണു തുറക്കടാ. ഓടപ്പട്ടി. ഇവന്മാരെല്ലാം ഊത്തിലില്ല, ഞാൻ ഊത്തിൽ സഹിക്കാം, ഞാൻ കഴിക്കാം. ഞാൻ എൻ്റെ കൂട്ടുകാരെ എല്ലാം ഊത്തലാക്കിയതുകൊണ്ട് ഞാനും കൂടി കൂടെ ചേരുകയാണ്. 3 ചിക്കൻ വിങ്സ് ബാക്കിയുണ്ട്. ലെറ്റ്സ് ഗോ. ഈസി. പോടാ പോടാ. അയ്യോ ട്രെയിനറെ സമ്മതിക്കണം കേട്ടാ. അത്രയൊക്കെ എരിവ് പിടിച്ചു നിന്ന് 2 മിനിറ്റ് നാക്കരിയിലും. ഞാൻ കാറിന് പറയാണ്ട് ഐസ്ക്രീം ഒന്നും കഴിക്കാൻ പറ്റില്ല എനിക്ക്. ഫാറ്റുള്ള സാധനം കഴിക്കുമ്പോൾ സ്പൈസ് മാറുന്ന. നമ്മുടെ അക്ഷയനെ ഈ ഫേസ് എക്സ്പ്രഷൻ എപ്പോഴും കണ്ടിട്ടുണ്ടാ? ആദ്യമായിട്ടാ ഞാൻ കാണുന്നത്. ആണ് ചിരിച്ചു പോയത്. എൻ്റെ ഫുഡ് വന്നടാ, കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ചിക്കൻ കഴിച്ചപ്പോൾ വയറ് കത്താൻ തുടങ്ങും. അയ്യോ 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 വയ്യ വയ്യ. ഐസ്ക്രീം മേടിച്ചു കൊടുക്കുക ഇവന്മാർക്ക്. നമ്മളിപ്പോഴും വിൻകൾസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. വണ്ടിക്കകത്ത് ഇരുന്ന് തന്നെ നമ്മൾ ഐസ്ക്രീം അല്ല, എന്തായിരുന്നു, പാൽ ഓർഡർ ചെയ്തിരിക്കുകയാണ്. നല്ല കട്ടയ്ക്ക് കൊഴുത്ത പാല്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇവന്മാർ 2 പേരും വീട്ടിലെത്തത്തില്ല. ഇവൻ ചാകാൻ പോവുകയാണെന്ന് തോന്നുന്നു. അത് എവിടെയൊക്കെയാണ്. കുറച്ച് നേരത്തെ ഇവിടെ ബൈക്കിൽ പോയിട്ട് മുക്കുമായിരുന്നു, ബൈക്കിന്റെ സൈഡിൽ. ഇത്ര ലൈഫിൽ എക്സ്പീരിയൻസ് കൂടി വന്ന് എൻ്റെ കൂടെ കൂടിയിട്ടാണ്. ഓ ഞാൻ സെറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിച്ചില്ല. അതുകൊണ്ട് ഇപ്പൊ കത്തുക. അക്ഷയ് എങ്ങനെ ഉണ്ടാ? ഞാൻ മരിച്ചു. അത് മേടിക്കണ്ണ. അതൊക്കെ വേണ്ടി ഞാൻ പാലും കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനാണെ കത്തിക്കൊണ്ടിരിക്കും. ഏത് പാല് വേണോന്ന് പറയൂ. ചുമന്ന പാലോ അല്ലോ നീലപ്പാലോ? ഏതേലും ഒരെണ്ണം എന്താ? എത്ര കുടിക്കൂടാ നീ? ദേ പോയി അക്ഷയ്. അതെ ഛർദിച്ചെന്ന് തോന്നുന്നു. നീ വെയിറ്റ് ചെയ്തിരിക്ക്. നിനക്കാണ് അടുത്തത്. നീയാണ് ഏറ്റവും കൂടുതൽ കഴിച്ച.